ചപ്പാത്തി പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചൂടാക്കിയാൽ ഭയങ്കര ഹാർഡായിരിക്കും. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. നിങ്ങളിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് നോക്കൂ. എന്നും ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ആണ് ഞാൻ സൂക്ഷിക്കുന്നത്. ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പൊറോട്ടയോ വയ്ക്കുക, പിന്നെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക, പിന്നെ പൊറോട്ട വയ്ക്കുക, പിന്നെ ബട്ടർ പേപ്പർ വയ്ക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ അടിയിലും മുകളിലും ബട്ടർ പേപ്പർ വേണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഫ്രീസറിന് എടുത്ത പാടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെന്നേ തോന്നുള്ളൂ. അത്രയ്ക്കും ഫ്രഷ് ആയിട്ടാണ് തോന്നുന്നത്. അതേസമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഹാർഡായി പോവും, ടേസ്റ്റേ ഉണ്ടാവില്ല. എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചപ്പാത്തി ഒട്ടും ഇഷ്ടപ്പെടാറില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ചപ്പാത്തി ഞാൻ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് എടുത്തത്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കാണാം. ഒന്നും തമ്മിലൊട്ടാതെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു തവയിലിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെന്നേ തോന്നുള്ളൂ. ഇനി നമുക്കത് ഫ്രീസറിൽ നിന്ന് എടുത്തത് ഒന്ന് ചൂടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരു തവയെടുത്ത് തവയിൽ വെറുതെ ഇട്ട് തിരിച്ചു മറിച്ചു ഇട്ടാൽ മാത്രം മതി. ഇതിൻ്റെ തണുപ്പൊന്ന് മാറി ചൂടായാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മൾ മുമ്പ് എങ്ങനെയാണോ വെച്ചത് അത്രയും സോഫ്റ്റായിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അത് ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഞാൻ ഫ്രീസറിൽ വെച്ച എല്ലാ ചപ്പാത്തിയും ചൂടാക്കി എടുത്തുകൊണ്ട് എത്ര നല്ല സോഫ്റ്റായിട്ടാണുള്ളത്.